എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി ഏതാനും നാളുകൾക്ക് മുൻപ് എന്നെ മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞു, ദേ എനിക്ക് വേണ്ടി ശരിക്കൊന്ന് പ്രാർത്ഥിക്കണേ, ഞാൻ ആകെ ഇരുട്ടിലാണ്, ഉള്ളിലെ സങ്കടവും സഹനവും എല്ലാം ഒളിപ്പിച്ചു വച്ച് സരസഭാഷയിൽ ഇപ്രകാരം കൂട്ടിച്ചേർത്തു, എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കുള്ള കരണ്ട് അതിൻ്റെ ഫ്യൂസ് കർത്താവ് ഊരി മാറ്റിയിരിക്കണമെന്നാണ് തോന്നുന്നത്. ഞാൻ അതേ വിധത്തിൽ മറുപടി പറഞ്ഞു, കരണ്ട് കാശ് കൃത്യമായിട്ട് അടച്ചേക്കണേ, ശരിക്ക് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തോ, കർത്താവ് വീണ്ടും വെളിച്ചം കൊണ്ടുവന്ന് തരും. ഇതേപോലെ ഇരുട്ടിലായിരിക്കുന്ന പലരെയും നമുക്ക് കാണാം. വർഷങ്ങൾക്ക് മുൻപ് പൂന പേപ്പൽ സെമിനറിയിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഒരു മലയാള നാടകം KS നമ്പൂതിരിയുടെ പതനം എന്ന നാടകം അവതരിപ്പിച്ചിരുന്നു. ആ പതനം എന്ന നാടകത്തിൻ്റെ ആദ്യത്തെ ഡയലോഗ് ഒരുപക്ഷെ ആ നാടകത്തിൻ്റെ മുഴുവൻ ഇതിവൃത്തം സംഗ്രഹിക്കുന്ന ഒരു ഡയലോഗാണ്. ഈ ഒരു തറവാടിൻ്റെ പൂമുഖ പടിവാതിൽ കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു നിലവിളക്ക്, അതിൻ്റെ തിരി താണപ്പോൾ, കരിന്തിരി കത്താൻ തുടങ്ങിയപ്പോൾ തിരി നീട്ടാൻ പോയതാണ് പാർവതി എന്ന അതിലെ പ്രധാന കഥാപാത്രം. പാർവതിയുടെ ആദ്യ ഡയലോഗ് ഇപ്രകാരം, ഹോ വിളക്കു കെട്ടു. യഥാർത്ഥത്തിൽ അവളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും ഇരുളിൻ്റെയും അസ്വസ്ഥതകളുടെയും എല്ലാം ഒരു ആകത്തുകയാണ് ആ വാക്യം, ഹോ വിളക്ക് കെട്ടു. അങ്ങനെ ഉടനീളം ഈ വ്യക്തിയുടെ, ഈ പാർവതിയുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ വിവരിക്കുന്ന ആ ദുരന്ത പര്യാവസ്ഥയായ എല്ലാവരെയും കണ്ണീരണിയിക്കുന്ന ആ നാടകത്തിൻ്റെ സംഗ്രഹം, ഹോ വിളക്ക് കെട്ടു. ഇങ്ങനെ ജീവിതത്തിൽ പ്രകാശമെല്ലാം അസ്തമിച്ച് ആകെ ഇരുളായി തീർന്ന പല വ്യക്തികളിലേക്കും എപ്രകാരം ജീവിതത്തിൽ വെളിച്ചം, ആശ്വാസം, സാന്ത്വനം കൊണ്ടുവന്ന് കൊടുക്കാനാകും, ആർക്കപ്രകാരം ആ യഥാർത്ഥ പ്രകാശം കൊടുക്കാനാകും, നാം ചിന്തിക്കണം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വചനങ്ങളിൽ നായിമിലെ വിധവയുടെ അനുഭവം വിവരിക്കുന്ന ഭാഗമുണ്ട്. വിധവ, ആകെയുള്ള മകൻ ഇതാ മരണപ്പെട്ടിരിക്കുന്നു. അവൾ ആകെ സങ്കടത്തിലാണ്. വിലപിച്ച് ആ മകൻ്റെ വിരഹവേദനയെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ശവമഞ്ചത്തിന് ചാരെ അവൾ നടന്നു പോകുമ്പോൾ അവളുടെ ആ സങ്കടവും സഹനവും എല്ലാം കണ്ടുകൊണ്ട് ഇതാ ക്രിസ്തു അവളുടെ അടുത്തെത്തുന്നു. അങ്ങനെ ഇപ്രകാരമാണ് വിവരിച്ചിരിക്കുന്നത്, അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ജീവിതം വലിയ അന്ധകാരത്തിൽ ആയപ്പോൾ ഇതാ വലിയ സഹനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നടുക്കടലിൽ ആയിത്തീർന്നപ്പോൾ ക്രിസ്തു അവളുടെ ചാരെത്തി. അവൾക്ക് എല്ലാ പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള പുത്തൻ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ ആ ജീവിതത്തിലേക്ക് പകർന്നു കൊടുത്തു. യേശുവിനോടൊപ്പം ചരിക്കുന്നവർക്കുള്ള വലിയ ആശ്വാസം അതാണ്. അവരുടെ ജീവിതത്തിൽ നിലച്ചിരിക്കാത്ത നിമിഷങ്ങളിൽ വലിയ ആശ്വാസത്തിൻ്റെ ഉദയസൂര്യൻ ഉദിച്ചുവരും, ജീവിതത്തിൽ കടന്നു വരും. മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വിധവയുടെ ചെല്ലിക്കാശ്, ഏറ്റവും വിലപിടിപ്പുള്ള അവളുടെ സംഭാവനയായി വിവരിക്കുന്ന ഭാഗമുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലാണത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ
അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് അവളെ അഭിനന്ദിച്ച്, അവളുടെ ആ വലിയ ത്യാഗത്തിൻ്റെ വില അഭിനന്ദിച്ചുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു, സമൂഹത്തിൽ പലവിധത്തിലും വ്യഥകൾ അനുഭവിക്കുന്നവർക്കും അവരുടെ നൊമ്പരം മനസ്സിലാക്കി അവരുടെ ആ ത്യാഗം തിരിച്ചറിയുന്ന ക്രിസ്തുവിൻ്റെ മനോഹരമായ വാക്കുകളും സമീപനവും സമൂഹത്തിനെന്നും മാതൃകയാണ്, പ്രചോദനമാണ്. പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോകുന്ന പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. വിധവകൾ, ഏകസ്ഥർ, സിംഗിൾ പേരൻസ്, ഭർത്താവ് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത അവസ്ഥയിലും ജീവിക്കുന്ന അമ്മമാർ. അവരുടെ എല്ലാം സങ്കടവും സഹനവും ഇങ്ങനെ ഉള്ളിലൊതുക്കിക്കൊണ്ടുള്ള ജീവിതം, പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിലെ ഇരുളിൻ്റെ നാളുകളിൽ അവർക്ക് ആശ്വാസമായി തീരേണ്ട അവസരങ്ങളിൽ അവർക്ക് ആലംബമായി സഭ കൂടെ ഉണ്ടാകണം. ഏഷ്യൻ കോണ്ടിനെൻ്റൽ സിനഡിൻ്റെ അവസരത്തിൽ ഒരു സഹോദരി തൻ്റെ ജീവിതത്തിൻ്റെ ആ നൊമ്പരങ്ങളുടെ അവസ്ഥ വിവരിച്ചത് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, 3 മക്കളെ വളർത്താനും പഠിപ്പിക്കാനുമുള്ള വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ആ സ്ത്രീയുടെ ചുമലിൽ വന്നു വീണപ്പോൾ, ആ ഭാരിച്ച ഉത്തരവാദിത്വമുള്ളപ്പോൾ തന്നെ അവൾ ദേവാലയത്തിൽ ആ സഭാ സമൂഹത്തോട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ പലരുടെയും പുച്ഛഭാവം, പരിഹാസം, അവഹേളന, അവൾക്ക് നൽകുന്ന വലിയ നൊമ്പരത്തിൻ്റെ വിവരണം ഈ ഏഷ്യൻ കോണ്ടിനെൻ്റൽ സിനഡിൻ്റെ സമയത്ത് ബാങ്കോക്കിൽ വെച്ച് പറഞ്ഞത് ഓർമ്മ വരുന്നു. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്രകാരം സങ്കടങ്ങളിൽ, സഹനത്തിൽ, ഇരുളിൽ കഴിയുന്ന പല വ്യക്തികളിൽ ഒരാളാണ്. അവരുടെ ആ അവസ്ഥ മനസ്സിലാക്കുകയും അവർക്ക് ആശ്വാസമായും സഭ മുന്നോട്ട് വരണം. അപ്പോഴാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാനാകുക. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നട്ടുച്ച നേരത്ത് കുടവുമായി കിണറ്റിൻ്റെ കരയിൽ വരുന്ന ആ സമരിയാക്കാരി സ്ത്രീയുടെ വിവരണമുണ്ട്. അവൾ ഏകയാണ്, ഒറ്റപ്പെട്ട് ഒരു തുരുത്തിൽ കഴിയുന്നവളെ പോലെയാണ്. ജീവിതത്തിലുള്ള പോരായ്മകളെല്ലാം അവൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിക്കുന്നവൾ. അവളാണ് ഈ നട്ടുച്ച നേരത്ത് ഈ കിണറിൻ്റെ തീരത്തെത്തുന്നതും അതാ ആകസ്മികമായി യേശുവിനെ കണ്ടുമുട്ടുന്നതും. അവളുടെ ആ അപരിചിതത്വത്തിൻ്റെ ചിതൽപുറ്റിൽ നിന്നും പുറത്തെടുത്ത് അവളെ ആ യേശുവിൻ്റെ വരവിൻ്റെ മഹത്വവും മഹനീയതയുമെല്ലാം മറ്റുള്ളവരെ, തൻ്റെ ഗ്രാമവാസികളെ, പട്ടണത്തിലുള്ളവരെയൊക്കെ അറിയിക്കുന്ന വിധത്തിൽ ആ കൊണ്ടുവന്ന കുടം പോലും ആ കിണറ്റിൻ്റെ അരയിൽ വച്ച് മറന്നു പോകി അവൾ തിടുക്കത്തിൽ ഈ നല്ല വാർത്ത തനിക്ക് ലഭിച്ച ആ വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പോകുന്നതായി വിവരിക്കുന്നു. സ്വീകാര്യത ഉള്ളപ്പോൾ, അംഗീകാരം ലഭിക്കുമ്പോൾ ഇതാ അവരുടെ ജീവിതത്തിന് വലിയ മാറ്റം വരുന്നു, ജീവിതത്തിൻ്റെ വലിയ കൃപയായി മാറുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പാപിനിയായി പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ വിവരണം എത്രയോ ഹൃദയസ്പർശിയാണ്. ക്രിസ്തുവിൻ്റെ അതേ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ നോക്കിക്കാണാൻ, അഥവാ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പരിമിതികളും പോരായ്മകളും ബലഹീനതകളുമെല്ലാം അവരായിരിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ഈ ഒരു വിവരണം നമ്മുടെ മുൻപിൽ വെല്ലുവിളിയായി ഉയരുന്നു. കർത്താവ് ആ സ്ത്രീയോട് പറയുന്നതാണ്, സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തിൽ പോകുക. അങ്ങനെ ആരോടെയും വിധിക്കാതെയും അവരായിരിക്കുന്ന വിധത്തിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ അവർക്കും ശാന്തിയുടെ ഒരനുഭവം സമ്മാനിക്കുന്ന സഭാസമൂഹങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇതേപോലെ തന്നെ ഒരു സ്ത്രീയെ പറ്റിയുള്ള വിവരണം കൊടുക്കുന്നുണ്ട്. ആ പാപിനിയായ സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിൽ വലിയ വിമോചനത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. അവൾ ആ പരിമളദ്രവ്യത്തിൻ്റെ വലിയ കൽഭരണി
കൊണ്ടുവന്ന് യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് കണ്ണുനീർ കൊണ്ട് ആ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ഈ പരിമളദ്രവ്യം ആ പാദങ്ങളിൽ പൂശുകയും അങ്ങനെ ആ പാദങ്ങളെ ചുംബിക്കുകയും ചെയ്തതുവഴി അവൾക്ക് വലിയ വിമോചനത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാനാകുന്നു. അപ്രകാരം ആ വിമോചനത്തിൻ്റെ അനുഭവം തനിക്കുണ്ടായതിൻ്റെ പിന്നിൽ യേശു അവളായിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കുകയും ആ ഒരു സ്വീകാര്യതയുടെ വലിയ അനുഭവം അവൾക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവൾ ഒരേ സമയം വലിയ കാരുണ്യവും സ്വർഗത്തിൻ്റെ കൃപയും മേഴ്സി ആൻഡ് ഗ്രേസ് അവൾക്ക് അനുഭവവേദ്യമായി. ഇപ്രകാരമാണ് സഭാസമൂഹത്തിൽ ഇങ്ങനെയുള്ള ജീവിതത്തിൽ, പ്രത്യേകിച്ച് ജീവിതം ഇരുളടഞ്ഞതായി നിഴലിലായി കഴിഞ്ഞു പോകുന്നവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടത്. അവരെ ആരെയും നമുക്ക് പഴിചാരാനാവില്ല, അവരുടെ മുൻപിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടാനാവില്ല. പ്രത്യുത അവരായിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചക്കാരായി തീരാൻ നമുക്കും സാധിക്കുമോ? യേശുവിൻ്റെ രോഗികളായ സ്ത്രീകളോടുള്ള സമീപനം മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് പ്രത്യാശയോടുകൂടെ ആ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിക്കുന്ന രക്തസ്രാവക്കാരി, വസ്ത്രാഞ്ചലത്തിൽ ഞാൻ ഒന്ന് തൊട്ടാൽ വലയ്ക്കുമെൻ രോഗം അകന്നു മാറും, ദാവീദിൻ സുതനെ കാരുണ്യമേ ഏഴയാമെന്നിൽ കനിയേണമേ. അതാണ് അവളുടെ പ്രാർത്ഥന, അതാണ് അവളുടെ പ്രത്യാശ. ആ വസ്ത്രാഞ്ചലത്തിൽ ഞാൻ ഒന്ന് തൊട്ടാൽ വലയ്ക്കുന്ന രോഗം, ഈ 12 നീണ്ട വർഷങ്ങളായി സഹിക്കുന്ന ഈ പ്രയാസം എന്നിൽ നകന്നു മാറും എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടെ, ബോധ്യത്തോടെയാണ് അവൾ കർത്താവിനെ സമീപിക്കുന്നതും വിറയാർന്ന കരങ്ങളോടെ ആ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിക്കുന്നതും. തീർച്ചയായും അവൾക്ക് അന്ന് ആ രോഗത്തിൽ നിന്നുള്ള സൗഖ്യവും വിമോചനം മാത്രമല്ല, ആന്തരികമായ വലിയ ആനന്ദവും അനുഭവിക്കാനാകുന്നു. അവളെ കർത്താവ് തിരിഞ്ഞു നോക്കി വിളിക്കുക, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു, സൗഖ്യമായിരിക്കുന്നു എന്നാണ് പറയുക. അങ്ങനെ മകളെ എന്നുള്ള ആ വിളി തന്നെ ഒരു പുതിയ സൗഹൃദത്തിൻ്റെ, കുടുംബാന്തരീക്ഷത്തിൻ്റെ, സ്വീകാര്യതയുടെ വലിയ അനുരണനങ്ങൾ നമുക്ക് കണ്ടെത്താനാകുന്നു. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ കൂനുപിടിച്ച ആ സ്ത്രീയുടെ വിവരണം കർത്താവ് കൊടുക്കുന്നുണ്ട്. അവൾക്ക് യഥാർത്ഥത്തിൽ വിമോചനത്തിൻ്റെ തന്നെ പുതിയ അനുഭവമാണ്. ആ രോഗാവസ്ഥയിൽ നിന്നുള്ള സൗഖ്യത്തെക്കാൾ കൂടുതലായി അവൾക്ക് എന്നും നിഷിദ്ധമായിരുന്ന ഈ കൂനുള്ള സ്ത്രീക്ക് എങ്ങനെ മുകളിലുള്ള ഈ വിശാലമായ ആകാശം കാണാനാകും? അങ്ങനെ അനന്തവിഹായസിലേക്കുള്ള ഒരു തുറവിയുടെ അനുഭവമാണ് കർത്താവ് അവൾക്ക് അന്ന് സമ്മാനിക്കുക. നമ്മുടെയും സമൂഹത്തിൽ ഇങ്ങനെ രോഗം മൂലം, മറ്റ് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, ഗിൽറ്റ് ഫീലിംഗ്, മറ്റു വിധത്തിലുള്ള കുറ്റബോധം മൂലമൊക്കെ കൂനു ബാധിച്ചവർക്ക്, അവർക്ക് നഷ്ടപ്പെട്ട ആ തുറന്ന അനന്തവിഹായസ് വീണ്ടും അനുവദിച്ചു കൊടുക്കാനാകുമെങ്കിൽ അതാണ് സഭയുടെ ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള വിളിയും കടപ്പാടും. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ വിഖ്യാതമായ ആ പ്രബോധനമുണ്ട്, പോസ്റ്റ് സിനഡൽ അപ്പോസ്റ്റലിക് എക്സോർട്ടേഷൻ മുലിയേരിസ് ദിഗ്നിത്താത്തെം, അതായത് സ്ത്രീയുടെ മഹത്വം. അവിടെ വിശുദ്ധനായ പാപ്പ നമ്മോട് വിവരിക്കുന്ന ഇതാണ്, പുരുഷന്മാരെ പോലെ തന്നെ അതേ മഹത്വത്തിലും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവരോടുള്ള ആ തുല്യത മനോഭാവം, അവരുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏതൊരു സമൂഹത്തിലും സ്വാതന്ത്ര്യത്തിൻ്റെയും സമഭാവനയുടെയും എല്ലാം അന്തരീക്ഷം സംജാതമാകുക. അവരുടെ മോറൽ ആൻഡ് സ്പിരിച്വൽ സ്ട്രെങ്ത്, അവരുടെ ധാർമ്മികവും ആധ്യാത്മികവുമായ ശക്തി, അതാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായി സഭാസമൂഹത്തിൽ നിലകൊള്ളുക. ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ സാക്രമെന്തും കാരിത്താത്തിസ്, അതായത് കൂദാശകളുടെ അനുഗ്രഹത്തെപ്പറ്റി വിവരിക്കുന്ന 2007 പുറത്തിറക്കിയ അപ്പോസ്റ്റലിക് എക്സോർട്ടേഷനിലും ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പരസ്പര പൂരകങ്ങളായി ജീവിക്കേണ്ടതിനെ പറ്റി മനോഹരമായി വിവരിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിലെ സ്ത്രീകൾ ഇങ്ങനെ താഴ്ന്ന
തട്ടിലായി പരിഗണിച്ചാൽ തീർച്ചയായും അതിൻ്റെ കുറവ് സമൂഹത്തിനും സഭയ്ക്കും എല്ലാം അനുഭവവേദ്യമാകുമെന്ന് വ്യക്തമായ ഭാഷയിൽ ബെനഡിക്ട് 16 പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെ പ്രബോധനങ്ങളും അദ്ദേഹത്തിൻ്റെ ചെയ്തികളും നടപടികളുമെല്ലാം സഭാസമൂഹത്തിൽ എന്നും സ്ത്രീകളുടെ മഹത്വം അംഗീകരിക്കുകയും വിലമതിക്കുന്ന വിധത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാളിതുവരെ നടക്കാത്ത വിധത്തിൽ സഭയുടെ അധികാരപ്പെട്ട ചില ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് സിസ്റ്റേഴ്സിനെയും സ്ത്രീകളെയും എല്ലാം നിയമിച്ചുകൊണ്ട് അപ്രകാരം സ്ത്രീകളുടെ മഹത്വവും സാന്നിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പയും പറയുക, ദ ചേർച്ച് കനോട്ട് ബി ഹെർസെൽഫ് വിത്തൗട്ട് വിമൻ. സ്ത്രീകളുടെ സജീവ സാന്നിധ്യവും പങ്കാളിത്തവും ഇല്ലെങ്കിൽ ദ ചേർച്ച് കനോട്ട് ബി ഹെർസെൽഫ്. സഭ അതിൻ്റെ പൂർണ്ണതയിൽ ആയിത്തീരുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഈ 16 ബിഷപ്സിൻ്റെ സിനഡിൻ്റെ അവസരത്തിലും പല ഘട്ടങ്ങളിലും സ്ത്രീകളുടെ സമൂഹത്തിലെ സഭയിലെ സജീവ പങ്കാളിത്തത്തെപ്പറ്റി ചർച്ചകളുണ്ടായിരുന്നു. പല വിധത്തിലും പല രാജ്യങ്ങളിലും അവരെ രണ്ടാം കിടയായി അല്ലെങ്കിൽ അവരുടെ ആ മഹത്വം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ചില നടപടിക്രമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ഒരു വൈദികൻ തന്നെ പങ്കുവച്ച ഒരു കാര്യം ഓർത്തുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് 4 ഭാര്യമാരുള്ളവരാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ ആ പിതാവിൻ്റെ 3ാമത്തെ ഭാര്യയാണ്. അവരുടെ നാട്ടുനടപ്പനുസരിച്ച് എല്ലാവരും ആ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ആചാരം സ്വീകരിച്ചുകൊണ്ട് ഈ തൻ്റെ പിതാവ് ഇങ്ങനെ പോളിഗമി അല്ലെങ്കിൽ ബഹുഭാര്യത്വത്തിൽ കഴിയുന്നു. പക്ഷേ തൻ്റെ അമ്മയെപ്പറ്റി അദ്ദേഹം ഇങ്ങനെ ഗദ്ഗദകണ്ഠനായി പറഞ്ഞത്, എൻ്റെ അമ്മ ജീവിതമെന്നും പ്രാർത്ഥനയിലും ത്യാഗത്തിലും കഴിയുന്ന വ്യക്തിയാണ്. എന്ന് എൻ്റെ അമ്മയ്ക്ക് ആ ത്യാഗവും പ്രാർത്ഥനയും മാത്രം കൈമുതലാക്കിയ എൻ്റെ നിഷ്കളങ്കയായ അമ്മയുടെ മുൻപിൽ ഞങ്ങളുടെ കുഗ്രാമങ്ങളിലെ ഈ പരമ്പരാഗതമായ ആചാരം സ്വീകരിച്ചു എന്ന കാരണത്താൽ ഇങ്ങനെ ഇപ്പോഴും സഭയിൽ സജീവമായി പങ്കുകൊള്ളാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്ന് എന്ന് എൻ്റെ അമ്മയ്ക്ക് വിമോചനമുണ്ടാകും എന്ന് സഭയുടെ സ്വീകാര്യതയുടെ കിളിവാതിൽ എൻ്റെ അമ്മയ്ക്ക് മുൻപിൽ തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞത് ഓർമ്മ വരുന്നു. ശരിയാണ്, സഭയുടെ പരമ്പരാഗത പഠനങ്ങളിലും പ്രബോധനങ്ങളിലും വെള്ളം ചേർക്കാനാവില്ല. പക്ഷേ അവരുടേതല്ലാത്ത കാരണങ്ങളാൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന നിഷ്കളങ്കരായ വ്യക്തികളുടെ ജീവിതം, അവരായിരിക്കുന്ന അവസ്ഥയിൽ ഓരോ വ്യക്തിയുടെയും ജീവിതാനുഭവം മനസ്സിലാക്കിക്കൊണ്ട് നാം അവരെ സ്വീകരിക്കാനും അവരെ അംഗീകരിക്കാനും വേണ്ട നടപടികൾ ഉണ്ടാകണം. അതും ഈ സിനഡിൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. മറ്റൊരു സഹോദരി പങ്കുവച്ച കാര്യം കൂടെ ഓർമ്മയിൽ വരികയാണ്. അവർ പോളണ്ടിൽ ജനിച്ച ആ സഹോദരി ഇപ്പോൾ പഠനത്തിന് വേണ്ടി അമേരിക്കയിലാണ്. അവരുടെ സഹോദരി, ഇളയ സഹോദരി ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് കൂടുതൽ സ്വവർഗ ബന്ധമുള്ളവളായി മാറി. അങ്ങനെ ആ വിധത്തിൽ ജീവിച്ച് സ്ഥിരമായി ദേവാലയത്തിലൊന്നും പോകാൻ പറ്റാത്ത വിധത്തിൽ ജീവിച്ചിരുന്ന അവളോട് അവരുടെ അമ്മൂമ്മയുടെ പരേതസ്മരണ ബലിയിൽ പങ്കെടുക്കണമെന്ന് കുടുംബാംഗങ്ങളെല്ലാം നിർബന്ധിച്ചതുകൊണ്ട് അങ്ങനെ എല്ലാ കുടുംബാംഗങ്ങളും ആരും അകന്നു നിൽക്കാതെ എല്ലാവരും പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവളോട് പറഞ്ഞത്, നീയും പള്ളിയിൽ വാ, പോയി കുമ്പസാരിച്ച് ദിവ്യബലിയിലെല്ലാം സജീവമായിട്ട് പങ്കുകൊള്ളുക. അങ്ങനെ അവൾ പോയി കുമ്പസാരിച്ചപ്പോൾ ഈ അവളുടെ സഹോദരി പങ്കുവച്ച വിധത്തിൽ എന്തുകൊണ്ടോ ആ കുമ്പസാരക്കൂട്ടിലെ വൈദികന് അവളെ മനസ്സിലാക്കാനായില്ല. അങ്ങനെ അവൾ വലിയ കഥനഭാരവുമായി ആ ദൈവാലയത്തിൽ നിന്നിറങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ലായിരിക്കാം അവൾ ആത്മഹത്യ ചെയ്തു. അവളുടെ ആ പ്രയാസവും ആ സഹോദരി നഷ്ടവുമെല്ലാം വിവരിക്കുമ്പോൾ തീർച്ചയായും ഈ വിദ്യാർത്ഥിനിയായ യുവതിക്ക് വളരെയേറെ വിഷമവും പ്രയാസവും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളുടെ വിങ്ങലും തേങ്ങലും പ്രയാസങ്ങളുമെല്ലാം എന്ന് സഭയ്ക്ക്
കൂടുതൽ മനസ്സിലാക്കാനാകും. എല്ലാവരെയും അവരായിരിക്കുന്ന സാഹചര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഏതെങ്കിലും പ്രത്യേകമായ സാഹചര്യങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അവരെ മനസ്സിലാക്കി കൈപിടിച്ച് ഉയർത്തി ക്രിസ്തുവിനെ പോലെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ അങ്ങനെ ദൈവത്തിൻ്റെ കൃപ അവരുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന വിധത്തിൽ കൊണ്ടുവരാനാകണം. സമൂഹത്തിൽ ആരും ഒറ്റപ്പെടാൻ പാടില്ല. ആരും ഏകാന്തതയുടെ തുരുത്തിൽ വന്ന് ഭവിക്കാൻ ആവില്ല. അവരെല്ലാവരെയും സഭ ഒന്നായി സ്വീകരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ വിവരണം എത്രയോ ഹൃദയസ്പർശിയാണ്. അതേപോലെ തന്നെ യേശു ലാസറിൻ്റെ ഭവനത്തിൽ മാർത്തയെയും മറിയത്തെയും സന്ദർശിക്കാനെത്തുന്നു. ആ സഹോദര നഷ്ടത്തിൽ വിഷമിക്കുന്ന ആ കുടുംബത്തോടൊപ്പം യേശുവുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെയും 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ മാർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ യേശു കടന്നു ചെല്ലുന്നു. മാർത്ത, മാർത്ത, നീ പല കാര്യങ്ങളിൽ വ്യാപൃതയാണ്, മറിയം പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയും ധ്യാനവുമായി കഴിയുന്ന മേരിയുടെ ആ തിരഞ്ഞെടുപ്പ് ശ്ലാഘിക്കുന്നു. സഹോദര നഷ്ടത്തിൽ വിഷമിക്കുന്ന ആ സഹോദരിമാരെ പോയി കണ്ട് അവരോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ആ കബറിടത്തിൽ പോയി കരഞ്ഞ്, എന്നാൽ ക്രിയാത്മകമായി ലാസറിന് വീണ്ടും ജീവൻ പകർന്നു കൊടുത്തുകൊണ്ട് ഇതാ ക്രിസ്തു നമുക്കേവർക്കും മാതൃകയായി മാറുന്നു. സമൂഹത്തിൽ ഇങ്ങനെ ദുഃഖമനുഭവിക്കുന്നവർ, വലിയ ഇരുളിൻ്റെ നിഴലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നവരെ ചെന്നുകണ്ട് മനസ്സിലാക്കി അവരെ വീണ്ടും വെളിച്ചത്തിലേക്ക്, ദൈവത്തിൻ്റെ ആ സാന്ത്വന പ്രകാശത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ സാധിച്ചാൽ തീർച്ചയായും സഭ കൂടുതൽ അർത്ഥപൂർണമായ സാന്നിധ്യമായി ഈ വ്യക്തികൾക്കെല്ലാം അനുഭവവേദ്യമാകും. വിധവകൾക്ക്, ഏകസ്ഥർക്ക്, ഏതെങ്കിലും സാഹചര്യത്തിൽ ഭർത്താവ് മരിച്ചോ ഉപേക്ഷിച്ചു പോയ സ്ത്രീകൾക്ക്, അവർക്കെല്ലാം സഭയുടെ തുണയും സഹായവും സഹാനുഭൂതിയും സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാകണം. ഇത് അവർക്ക് നൽകുന്ന ഒരു ഔദാര്യമല്ല, പ്രത്യുത ക്രിസ്തു അവർക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള അവകാശം തന്നെയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, എല്ലാവരോടും കരുണയും സ്നേഹവും കാണിക്കുന്ന, പരിപാലിക്കുന്ന നല്ല ദൈവമാണല്ലോ അവിടുന്ന്. അങ്ങയുടെ അരുമ മക്കൾ എന്ന നിലയിൽ ഞങ്ങളിലും മറ്റുള്ളവരോടുള്ള സ്നേഹം, കാരുണ്യം, അവരോടുള്ള സഹതാപത്തോടുകൂടിയുള്ള കരുതൽ എപ്പോഴും ഉണ്ടാകാൻ ഇടയാക്കണമേ. അവരെ ഒരു വിധത്തിലും വിധിക്കാതെ, അവരെ ഒരു വിധത്തിലും അകറ്റി നിർത്താതെ, സ്നേഹത്തോടെ കാരുണ്യത്തോടെ അങ്ങയുടെ പ്രിയസുതൻ സ്നേഹിച്ചതുപോലെ അംഗീകരിച്ചതുപോലെ അവരെ അംഗീകരിക്കാൻ വേണ്ട കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആരും അകന്ന് മാറാതെ സഭാസമൂഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, ആ സിനഡ് യാത്രയുടെ കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ വരമേകണമേ. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തോടുകൂടെ പരസ്പരം കടാക്ഷിക്കാം. ആ കാരുണ്യഭാവം നമ്മുടെ ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.